ഹായ് ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം. അപ്പോൾ ഹായ് ഗൈസിനൊക്കെ ഒരു ഓരം കൂട്ടുകയാണ്, കാരണം ഓരോന്നുമില്ല. ഒന്നാമത് വർക്ക് റെഡി ആയിട്ടില്ല. മാത്രമല്ല ഇന്ന് +2 മെയിൻ എക്സാമാണ്. അപ്പോൾ മെയിൻ എക്സാം വേറെ ഏത് സബ്ജക്റ്റാണെങ്കിലും ഒരു കുഴപ്പമില്ല ഇനിയും. പക്ഷെ അപ്പോൾ ഒന്ന് +2 മെയിൻ എക്സാമാണ്. വേറെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല ഇനിയും. അപ്പോൾ ഇന്ന് മാത്സ് മെയിൻ എക്സാമാണ്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിലും വീക്കാണ്, പക്ഷെ എന്നാലും മാത്സിൽ ഒന്നുകൂടിയും വീക്കാണ് ബാക്കിയുള്ള സബ്ജക്റ്റിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എന്താ അറിയില്ല, ഒരു ഉറക്ക് കിട്ടിയിട്ടില്ല. ഉറക്കമൊന്നും എന്തായാലും റെഡി ആയിട്ടില്ല. അതെങ്ങനെയാണ് നിൽക്കണമെന്ന് വെച്ച് മനസ്സിലായിട്ടില്ല. ഞാൻ അപ്പോൾ ഇങ്ങനെ ഉറക്കം റെഡി ആയിട്ടില്ല. ഈ ടെൻഷൻ അടിച്ചിട്ട് രാത്രി ഉറക്കേ കിട്ടണില്ല. അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ കുത്തിർക്കുക. ഇത് പിടിച്ചിരിക്കണം, ഇങ്ങനെ ഇനി എക്സാം ഹാളിലെത്തുമ്പോൾ എല്ലാം മാർക്കും ചെയ്യും. തന്നെ ഇനി ഫിസിക്സിന് സംഭവിച്ചു. ഇനി എല്ലാം കൊണ്ടുപോയി തോട്ടിക്കിട്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ആരും അമിത എക്സ്പെക്റ്റേഷൻസ് വെക്കാതൊക്കെ. കാരണം മാത്സൊക്കെ +2 മാത്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻവേഴ്സ് അല്ല ഇൻ്റഗ്രൽസ്, ഡിഫറൻസിയേഷൻ, പിന്നെ കോട്ട്, കൊസീക്ക്, ടഷീക്ക്, നടീക്ക് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളുണ്ട്. അതൊക്കെ പഠിച്ചാൽ വീക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് മാത്സിൽ ഭയങ്കര വീക്കാണ്. ഞാൻ കുറേ നോക്കിയിരിക്കണേ. അപ്പോൾ എന്തായാലും എനിക്കറിയില്ല ഇനി കിട്ടുമോ ഏതോ. പക്ഷേ നമ്മളെന്തായാലും നമ്മളെ 100% ഇടണം, അതാണ്. അപ്പോൾ എല്ലാ മാത്സ് എഴുതുന്നവർക്കൊന്നൊരു നല്ലൊരു മാത്സ് എക്സാം ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് അനുവൊന്നുമില്ല ഇവിടെ. അനു ചോദിച്ചൊക്കെ എറണാകുളത്തേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ജിമ്മിയാണ് എനിക്ക് വ്ളോഗ് എടുത്ത് തരുന്നത്. താങ്ക് യു ജിമ്മി ഇവിടെ അതിരാവിലെ 8:30 തന്നെ എത്തിക്കണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇനി എക്സാം ഹാളിൽ പോകണം. അപ്പം ഇനി പോണ വഴിക്ക് ഈ സിദിനെയും ഫർസാനെയും എടുത്തിട്ട് കാണാം. എന്തോ ഒരു കഷ്ടം. ഏതെടുക്കണേ എന്തോ ഞാട്ടില്ലേ ചോവി എടുക്കാൻ മറന്നു. എൻ്റെ ഗതികേടെന്ന് വെച്ചാലേ ഹാൾ ടിക്കറ്റ് ഞാൻ ഒരു വട്ടം എൻ്റെ കയ്യിൽ നിന്ന് പറന്ന് വിടാകിടുള്ളൂ. അപ്പോൾ ഹാൾ ടിക്കറ്റ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു വട്ടം പോയി. ആ ഒരു വട്ടം പോയ ഹാൾ ടിക്കറ്റ് ഞാൻ തിരിച്ചെടുത്തല്ലെന്ന് വെച്ചാൽ പുതിയതൊന്നും എടുത്തി. പുതിയ ഹാൾ ടിക്കറ്റ് ഒന്ന് പുതിയത് വാങ്ങി എന്ന് വെച്ചാൽ ഓല് സ്റ്റാഫ് റൂം പോയി തന്ന്. ആ സ്റ്റാഫ് റൂം പോയി തന്ന ഹാൾ ടിക്കറ്റ് ഞാൻ എൻ്റെ റൂമിൽ വെച്ചിന്. റൂമിൽ വെച്ച ഹാൾ ടിക്കറ്റ് പിന്നെയും പോയി. എന്നിട്ട് പിന്നെയും എനിക്കത് എന്തൊക്കെ ഒരു ടെൻഷനുകളാണ് ജീവിതത്തിൽ വരുന്നത്. ഒന്നാമത് ഈ പഠിച്ചുമ്പോൾ തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. അതിൻ്റെ കൂടി ഹാൾ ടിക്കറ്റ് കൂടെ പോകുമ്പോൾ മനസ്സിലാകാൻ ടെൻഷനാണ്. ഈ ഇമ്മച്ചി അതിലേറെ ടെൻഷനാണ്. ഇന്നലെ ഞാൻ തപ്പിയപ്പോൾ ഇന്നലെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇനി. അപ്പോൾ ഇന്നലെ തപ്പിയപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നിട്ട് മറ്റേ ടെമ്പററി ഹാൾ ടിക്കറ്റ് വെച്ചിട്ടാണ് പോയിക്കണേ. അപ്പോൾ ഇന്നലെ അമ്മച്ചിയോട് പറഞ്ഞേക്കണേ, ഇമ്മച്ചി എന്തായാലും ഇന്നലെ ഹാൾ ടിക്കറ്റ് പോയോ പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ചു. അപ്പോൾ അതിനുവേണ്ടി എന്തായാലും അമ്മച്ചിയോട് പറഞ്ഞില്ലേ. ഇനി ഇന്ന് രാവിലെ പറഞ്ഞത് വലിയ ടെൻഷൻ അടിയൊന്നും ഇല്ല, ഇപ്പൊന്നുമില്ല. കുറേ ഇങ്ങനെ മെല്ലെ ആ ഒരു ഇതില്ലാതെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലേ, ശരിയായി കയറല്ലേ. എന്നെക്കാളും ടെൻഷൻ അമ്മച്ചിക്കാണ്. കാരണം എനിക്കറിയാം എങ്ങനെയൊക്കെ എക്സാം എഴുതാൻ പറ്റും. പക്ഷെ എന്നാലും ഒരു ഹാൾ ടിക്കറ്റ് ഇല്ലാത്ത കാരണം ഭയങ്കര മോശമാണ്. എവിടേക്കാണ് ഈ പോണത് എനിക്ക് മനസ്സിലാവണില്ല. ഇത് ആരോ എടുത്ത് മാറ്റി വെക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാക്കണ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇറങ്ങി കാറിന്. അല്ലോ മാക്സിനോ ഇതിനെ വ്ളോഗിലൊരു ഹായ് കൊടുക്ക്. ഹായ്, എന്തൊക്കെയാ സുഖല്ലേ? എല്ലാരും പേര് അല്ലേ മാത്സ് എക്സാമിന് ഞാൻ എൻ്റെ അടുത്തേക്ക് വരാം എന്തായാലും കേട്ടോ. ഓക്കെ ആയിക്കോട്ടെ. ഇപ്പോൾ നേരത്തെ കയറണം. ആയിക്കോട്ടെ. ഓക്കെ. സ്കൂട്ടിയിലൊന്നുമില്ലല്ലോ, സ്കൂട്ടിക്കല്ലല്ലേ പോയാല് ആക്കി തരല്. ഞാനും ഉണ്ടാകുമ്പോൾ ഒരു പേടി കുറവായി കേട്ടോ. ഇതിപ്പോൾ നമ്മളെ കൂട്ടുമ്പോൾ നമുക്ക് അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. മറ്റേ അനു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ടെൻഷൻ അടിച്ചാണെന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖേനി. ടെൻഷൻ അടിക്കണ്ടേ. ഇമ്മേ
ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട്. എന്താ എന്തോ അറിയില്ല. പറയട്ടെ അമ്മച്ചിയുടെ പോയിട്ടോ. ആ ആ ആണ്. പക്ഷെ മൂപ്പര് തരണമെങ്കിൽ പ്രിൻസിപ്പാളിന്റെ അനുമതി വേണം. അനുമതി പറയ്. ഇറങ്ങി ഹലോ. ആ ഞാൻ ഇവിടെ ഷിഫിൻ്റെ അവിടെ ഉണ്ടാവും. ഞാൻ ആ എനിക്കറിയില്ല. എനിക്കാകെ കയ്യിൽ നിന്ന് പോയിക്കണം. ഈ എവിടേക്കലൊക്കെ വാങ്ങ എന്തോ ഇഷ്ടം. അപ്പം എന്തായാലും 10ാം ക്ലാസ് വരെ മാത്സ് എക്സാം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഏതൊക്കെയോ ഷോർട്സ് എന്തോ കണ്ടിനു. അടിപൊളിയായിരുന്നു എന്ന് ഇനി എല്ലാവരും പറയണത്. കുറേ ആൾക്കാർ വേറെ കുറേ ആൾക്കാർ ഞാൻ കണ്ടത് അടിപൊളിയായിരുന്നു എന്നാണ്. എല്ലാവരും 10ാം ക്ലാസ് എക്സാമൊക്കെ അടിപൊളിയാക്കിയെന്ന് തോന്നുന്നു. ഉഷാറാക്കി. കാരണം 10ാം ക്ലാസ് നിങ്ങൾക്ക് നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് 10ാം ക്ലാസ്. +1 +2 അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റും. നല്ലോണം പഠിച്ചാൽ എല്ലാവർക്കും പറ്റും. പക്ഷേ അവസാനമുണ്ട്. എല്ലാവരും 10ാം ക്ലാസ് കഴിയണത്ര പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അല്ലാഹ് ഇന്നൊന്നിനും ഇറങ്ങാൻ പറ്റാത്തൊരു ദിവസമാണ്. ഇന്ന് ചൂതാട്ടോ. ചൂതാട്ടത്തിന് ഇറങ്ങാൻ പറ്റില്ല ഇന്നൊന്ന്. ഇതെന്തിനാ ഇറങ്ങാന്ന് തന്നെ അറിയില്ല. ഒരു ആ എനിക്കും ഉണ്ട്. എന്താ പ്രശ്നം? ഫർസാനെ ജി +1 +2 മാത്സിന് എങ്ങനെ നോക്കി കാണുന്നു? നമുക്ക് ഈ ഒരു കൊല്ലം ഉണ്ടായിട്ട് പഠിച്ചത് നമ്മൾ ഈ ഒരു ദിവസം കൊണ്ട് പഠിച്ചാൽ എവിടെ എത്തൂല അല്ലേ? എന്തിനാണ് ഈ തലേന്നൊക്കെ പാത്തിക്കണാണ് എനിക്ക് മനസ്സിലാവാത്തത് അല്ലേ? ഞങ്ങളല്ലേ ചോദിച്ചിട്ടുണ്ട്. അതിനെ അല്ല നമ്മൾ പറയാ. പക്ഷെ നമ്മളെ അവസ്ഥ എങ്ങനെയാണ് വെച്ചാല് നമുക്ക് അന്നേ പഠിക്കാൻ തോന്നുള്ളൂ. പ്രത്യേകിച്ച് +2 നമുക്ക് ഈ 10ാം ക്ലാസ്സിനൊക്കെ പിന്നെ ഒരു മൂഡായി പഠിച്ചിനി. ഇതൊരു മൂഡായി പഠിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ പഠിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഈ ഇന്റഗ്രൽസ് ഒക്കെ ഒന്ന് നോക്കുമ്പോഴത്തേനേ ഇങ്ങനെ വള്ളിയിടുമ്പോഴത്തേനെ മനുഷ്യനായി ഇടങ്ങാറാവും. സൈനില്ലേ മറ്റേതാവും ഇതില്ലേ ഇതാവും. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. മനസ്സിലായ സമ്മതിച്ച് ഞാൻ നമ്മളൊക്കെ സ്കിപ്പാക്കുക. സ്കിപ്പാക്കിക്കണം അതൊക്കെ. പക്ഷേ സ്കിപ്പാക്കുമ്പോൾ ടെൻഷനാവുകയാണ്. ഇനി ആറ്റേ കയറി വന്നാലോ കഴിഞ്ഞില്ലേ. ടഫാക്കാന്നോ ഇതിനെ കുറച്ചോനെ. ടഫാക്കിയാല് ഇല്ലേ കഴിഞ്ഞല്ലോ മാത്സ് അല്ലേ ടഫ്? കഴിഞ്ഞെല്ലാം +2കാർക്ക് മാത്സ് അല്ലേ ടഫ്? കുറെ ആൾക്കാർ കഴിഞ്ഞാലും കെമിസ്ട്രി ടഫ് ഇനി കമ്പാരിറ്റീവ്ലി കേട്ടോ. എൻ്റെ എക്സാം വെച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ വർഷത്തെ എക്സാം വെച്ച് നോക്കുമ്പോൾ ഞാൻ അറിയില്ല. മാത്സ് വൻ സീനില്ല കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു അല്ലേ? കുറെ പേരുണ്ട് ഇക്കൊല്ലം മട്ടം പോലെ ചെയ്തിരുന്നുണ്ട് അല്ലേ? കൊല്ലം അറിഞ്ഞാണ്ട് അല്ലേ കണ്ടറിഞ്ഞ് എല്ലാവരും അല്ലേ നല്ലൊരു എക്സാം ആവട്ടെ. ആകെ ഒരു ഇതിനുണ്ട്. ഇതാണ് എല്ലാം ശരിയാവും. പിന്നെന്താ അറിയോ, പിന്നെ ഒരു ഞാൻ ഇതിലൊരു സന്തോഷം കണ്ടെത്തുന്ന പറഞ്ഞാല് ഇന്നത്തെ ഒരു ദിവസത്തെ എക്സാം കഴിഞ്ഞാല് ഇങ്ങനത്തെ തലേന്ന് ഒരു ഭാരം പുറത്തേക്കണം വെക്കാല്ലേ അവസാനം. ഞങ്ങൾ തിന്ന് കഴിഞ്ഞാൽ 28 ഇംഗ്ലീഷ്. ഇബൽക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞങ്ങൾ തിന്നത്തോടെ പരിപാടി കഴിഞ്ഞു. ടഫൊക്കെ കഴിഞ്ഞു. ഇബൽത് കഴിഞ്ഞാല് എന്താ ഇല്ല. നമുക്ക് ഇനി സയൻസുകാർക്ക് ഇനി ഇതുണ്ട്, ബയോളജി ഉണ്ട്. ഇബൽക്ക് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്സിന്റെ അപ്പുറത്ത് ഉണ്ടായതുകൊണ്ട് അത് കഴിഞ്ഞു. ഞങ്ങൾ 6ാം തീയതി ഉണ്ടായോണ്ട് കഴിഞ്ഞു.
ഇതിനേതാ ഇതിന് കമ്പ്യൂട്ടർ സയൻസ്. വെജ് മാത്രം സയൻസ് ഉള്ളൂ? ഞാൻ മാത്രമേ സയൻസ് ഉള്ളൂ. എന്താ അങ്ങനെ അത്? അങ്ങനെ ആയിപ്പോയി. എന്തിന് എന്തിന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇത് കമ്പ്യൂട്ടർ സയൻസും വലിയ മെച്ചൊന്നുമല്ല കേട്ടോ. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിക്കണേ ഞാൻ എന്തെങ്കിലും പാളീന് എനിക്ക് തോന്നുന്നത്. കമ്പ്യൂട്ടർ സയൻസ് എടുത്തിക്കണേ സെയിം അവസ്ഥയിന്. കാരണം ഒരു മാറ്റമല്ലല്ലോ, ആകെ കമ്പ്യൂട്ടർ സയൻസും ബയോളജിയാണ് മാറുന്നത്. നിങ്ങളെ എടുക്കുകയാണെങ്കിൽ ആലോചിച്ച് നല്ലോണം ആലോചിക്കുക. 10ാം ക്ലാസ് ചെയ്യുന്ന കുട്ടികളെ നിങ്ങൾ നല്ലവണ്ണം ആലോചിക്കുക. സയൻസ് സയൻസ് വേണോന്നൊരു 10 വട്ടം ആലോചിക്കുക. എന്നുവെച്ചാൽ നിങ്ങളൊരു ഒരു ഇங்கே സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളൊരു 10 വട്ടം ആലോചിക്കുക. എന്താ സയൻസ് എടുക്കണോ എടുക്കണ്ടേ? ഒരു നല്ലൊരു ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കുക. കാരണം നമുക്കൊക്കെ എങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ ഓപ്പണായിട്ട് കാര്യം പറയും. നല്ലോണം ആലോചിക്കുക എല്ലാവരും. സയൻസ് ഞാൻ എടുക്കണമെന്നും പറയില്ല, എടുക്കണ്ടെന്നും പറയില്ല. കാരണം ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പം ഞാൻ എടുക്കണ്ട പറഞ്ഞിട്ട് ഞാൻ ഓരോരുത്തരെ എടുക്കാന്നല്ല പ്രശ്നമാണ്. എടുത്ത് പറഞ്ഞിട്ട് എടുത്ത് കുടുങ്ങിയാൽ അതിലാറ് പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആലോചിക്കുക. ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തുക. എനിക്ക് പറഞ്ഞുതരാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിന്, പക്ഷേ ഞാനതൊരു ഇതിൽ എടുത്തില്ല. ചലഞ്ചായിട്ട് എടുത്തു. എനിക്ക് പിന്നെ ഞാൻ അങ്ങനെ ഒരു അങ്കെങ്കിലും കുടുങ്ങിപ്പോയി. ഇത് എടുക്കണ്ട ഞാൻ അവസാനം എടുത്തതാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ ഒന്നും തോന്നുന്നില്ല. ആകെ ഒരു വിളിച്ചേക്കാം എന്തായാലും ഇതിന്. എവിടെ? 2 മിനിറ്റോ? ഇന്ന് 9 മണിയായി. അരമണിക്കൂർ മുന്നിൽ കയറണ്ടേ? ടിക്കറ്റ് കൊണ്ട് വരാൻ പറയും. സ്കൂട്ടി കൊണ്ട് സ്കൂൾ കയറാൻ പറയും. ആരുണ്ടേക്കണേ? ആയിക്കോട്ടെ. അപ്പോൾ ഓൻ്റെ ഹാൾ ടിക്കറ്റും പോയിക്കണ്. എന്നുവെച്ചാൽ ഓരോ വണ്ടി പോയിക്കാണ്. അപ്പോൾ ഓൻ്റെ വണ്ടിയിലാണ് ഹാൾ ടിക്കറ്റ് ഇടല്. വണ്ടിയിൽ ഇട്ടാൽ മതി. എന്നാൽ വണ്ടിയിൽ നിൽക്കുകയാണ്. ഇത് മനസ്സിലും എൻ്റെ ഹാൾ ടിക്കറ്റ് പോയങ്ങായി. നമ്മളല്ലേ പോയി കൊടുക്കുന്നതിന് രണ്ടാമത്തെ പോയി. അതും പോയോ? അന്ന് മൂപ്പരിപ്പനോട് പറഞ്ഞേ ഇത് ഞാൻ കളയാൻ നിക്കല്ലേട്ടോ, ഞാൻ കളഞ്ഞതല്ലേ. എന്തിനാ വെച്ചാൽ ഹാൾ ടിക്കറ്റ് കളയേണ്ട ആവശ്യം? വേണ്ട കുഴപ്പമില്ല. ഇന്നെന്തായാലും ഇന്ന് വന്നാല് നല്ല ഫിറ്റ് കിട്ടും വന്നാല്. കാരണം ഒന്നാമത് 9 മണിയായി. 9:30 അല്ല 9 മണി ആവാനായി. 9:30 എക്സാമും. ഇപ്പൊ ഞാൻ പോയി അവിടെ ഒരു ഹാൾ ടിക്കറ്റ് ചോദിച്ചാല് നമുക്ക് പോണോ? നമുക്ക് പോണെന്നാ? ഇല്ല, അത് സീനില്ല. അതല്ല പ്രിന്റ് അടിച്ച് കിട്ടണം. അല്ല എനിക്ക് മറ്റേ കിട്ടുമോ? ഇന്ന് ഇതല്ല മാത്രം അറിയില്ല. എന്താ പിന്നെ അന്ന് മൂപ്പര് ഇവരോട് പറഞ്ഞത് സൂക്ഷിക്കൊണ്ടി കളയല്ല കേട്ടോ, ഹാൾ ടിക്കറ്റ് പോയ സീനാണ് പറഞ്ഞത്. അതെവിടെ ഞാൻ അങ്ങനെ തോട്ട് കറിഞ്ഞു പോയപ്പോ കളഞ്ഞാണ്ട്. അതല്ല അപ്പൊ എങ്ങനെ പോയത്? എനിക്കറിയില്ലേ പോയത്. ഞാൻ എക്സാമിന്റെ അവിടെ നിർത്തില്ലേ? എക്സാം കഴിഞ്ഞാണ്ട് കഴിഞ്ഞ എക്സാം എടുത്തുക്കണ്. എടുക്കായൊന്നുമില്ല. എടുത്തിട്ട് ഉമ്മച്ചൊക്കെ നോക്കി എന്താ ഹാൾ ടിക്കറ്റൊക്കെ ഉമ്മച്ചിക്കൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു ഞാൻ. വന്നോ? വണ്ടി വന്നോ? അവൻ്റെ വണ്ടിയോ സ്കൂൾക്ക് വരാൻ പറയും. അപ്പൊ എന്താ കാട്ടണ്ട്? അവിടെ സന ബുക്ക് സ്റ്റാളില്ലേ? അപ്പൊ നമ്മള് പോവാ. ബുക്ക് സ്റ്റാളിൽ എന്താ പോ? എന്താ പെന്നോ? അതിന്റെയാണ് ഇവന്റെ ഹാൾ ടിക്കറ്റ് പിന്നെയും പോയാലും ഇതിനെ പിന്നെയും പോയി കാണാല്ലേ. പിന്നെ എന്തായാലും ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞ പോരെ. ഹാൾ ടിക്കറ്റ് ഒക്കെ എടുത്തേക്കണോ? എങ്ങനെയുണ്ട് +2 മാത്സിന്? എങ്ങനെ നേരിടുന്നു?
എങ്ങനെ നേരിടുന്നാല് എന്തിപ്പോ പറയാ പഠിച്ചില്ലൊക്കെ ഫുള്ള് പഠിച്ചാൽ വയ്ക്കൊന്നുമില്ല ഇങ്ങനെ പഠിച്ചാൽ വയ്ക്കണത് അപ്പൊ 2-3 ദിവസം എവിടെ ഇനി പേരില്ലല്ലോ എന്താ മിഞ്ഞാന്ന് എവിടെയാണ് നമ്മള് നമ്മള് സിറ്റിയില് ആ എവിടെ നിലമ്പൂര് അതിന് നമ്മളൊക്കെ തലേന്ന് പാത്തക്കൊക്കെ അല്ലേ അല്ല നമുക്ക് മറ്റേ സാറ് പറഞ്ഞൊക്കെ പഠിച്ചിനി അതൊക്കെ ഓക്കെ അല്ലേ അത് സെറ്റ് 5-6 മാർക്കില്ല ഒരു 3-4 ഉണ്ടല്ലേ പാസ് പൈസ എന്തായാലും ഉണ്ടാവും മെട്രിക്സിന്റെ കാര്യങ്ങളും മറ്റേ ഇതില്ലേ ഗ്രാഫ് LPP വെക്ടർ ഫോമിന്റെ ഒക്കെ അല്ലേ അതൊക്കെ നമ്മൾ ഒരേ ക്ലാസ്സില്ലേ ഒരേ ക്ലാസ്സിലാവില്ലേ നമ്മളൊന്നും ഒരേ ക്ലാസ്സിലാണ് കാര്യമില്ല സൗദിന്റെ അപ്പുറത്താണേ കിട്ടാൻ തന്നെ അത് പ്രശ്നാണേ ഒരാളിറങ്ങി അങ്ങനെ മൂട്ടിലിറങ്ങി അങ്ങനെ കാത്തുക്കും ഞാനൊക്കെ അങ്ങനെ ഇറങ്ങിയപ്പോ തന്നെ ഇറങ്ങിയത് അടങ്ങാറാണ് ആരെങ്കിലും ചെങ്ങന്മാരെ ഇറങ്ങിയാല് എല്ലാരും ഉണ്ടായാലും പ്രശ്നമാണ് ശരിയാണ്. അന്റെ ഇപ്പൊ സൗദി അല്ലേ ഫർസാന്റെ തൊട്ടപ്പുറത്തിരിക്കണ സൗദാട്ടോ പിന്നെ ബാക്കിലല്ലേ അവരെ അപ്പൊ പേരിന്റെ അത് വെച്ചിട്ടല്ലേ വരിക മുഹമ്മദ് അനക്കുണ്ടോ മുഹമ്മദ് ഇതിനെ എനിക്കുണ്ട് അപ്പൊ പിന്നെ എനിക്ക് സൗദിനോ അതെങ്ങനെ അപ്പൊ ഷെഫിനെ എന്റെ അപ്പുറത്താണ് മുഹമ്മദ് ഷെഫിന ഇത് ഇതെങ്ങനെ ഇങ്ങനെ വരുന്നത് രജിസ്റ്റർ നമ്പറിൽ ഉണ്ട് എങ്ങനെയാണ് 74 75 76 അങ്ങനെയൊക്കെ എവിടെയാ ഇതുള്ളതിന്റെ സ്കൂട്ടി ജോന് വിളിച്ചാണ്ട് സ്കൂൾ കൊണ്ടുപോകാൻ പറഞ്ഞോ റാമിയ ക്ലാസ്സിലല്ലേ ഇവിടെ സൈഡാക്കോ ആ വണ്ടി ഞാൻ എടുക്കാറാ അപ്പൊ സ്കൂൾക്കല്ലേ എടുത്ത് വെക്കും ഇനി പോലും പറഞ്ഞാലേ കുറച്ച് മുന്നിൽ കയറാൻ എങ്ങോട്ടാ ഇങ്ങോട്ട് വരാൻ പറയും ഇവിടേക്ക് വരാൻ പറഞ്ഞ പോരെ പരീക്ഷ ചെയ്തില്ല അപ്പൊ സ്കൂട്ടി എനിക്ക് കയറിയ സ്കൂട്ടി കയറില്ല എന്തോ വാങ്ങാൻ വന്നിട്ട് വണ്ടി വരുന്നു ജയ് ആ വണ്ടി എടുത്തോ മറ്റേതില്ലേ എന്റെ ഹാൾ ടിക്കറ്റ് ആ കൊണ്ട് ഇങ്ങോട്ട് വാ സ്കൂൾ റോഡില്ലേ ചില്ല റോഡിൽ ഞങ്ങൾ സ്കൂൾ റോഡിൽ കയറിക്കണം മൈക്കോടെ ഷെഫിയ വീട്ടിലുണ്ട് എന്താടാ മുറിച്ചണേ പേന മുറിച്ച് അത് പേന് 2 കണ്ടാക്കല്ലേ പരിതാപുരം തന്നെ ഇങ്ങോട്ട് നേരം വരുമോ എന്നാ ഇങ്ങോട്ട് ഹാൾ ടിക്കറ്റ് എടുക്കാൻ എനിക്ക് സൗഹൃദമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് പേനടക്കം ഇപ്പഴല്ലേ 2 കഷ്ണാക്കിയിട്ട് 2 ആൾക്കാർ യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത് മുറിച്ച പേനകൾ ഇവിടെ സ്കൂൾ റോഡ് ഓലത് ഇവിടെ ഇരിക്കും കുറച്ചേരെ ഹാൾ ടിക്കറ്റ് എടുക്കട്ടെ ആൾ ടിക്കറ്റ് അങ്ങോട്ട് വരൂലേ അപ്പൊ ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ വരാം ഇല്ല സീനില്ല നല്ല ബീക്കിക്കണേ നോക്ക് അപ്പം കിട്ടിയല്ലേ എങ്ങനെ അറിയാം ഇല്ല എന്തായാലും കിട്ടും ഡോൺ വറി കിട്ടും കുറച്ച് ചടങ്ങുകളുണ്ട് ഉണ്ട് ഒരു ചടങ്ങുകളില്ലേ കിട്ടിയല്ലേ എങ്ങനെ അറിയാം കിട്ടും ഡോൺ വറി ഞാൻ പോകേ അവിടുന്ന് കാത്തുക്കണ്ടേ അത് കിട്ടുവേ അല്ല പരീക്ഷ ചെയ്തേ കിട്ടുമായിരിക്കില്ലേടാ കിട്ടുമായിരിക്കും കിട്ടിയോ അപ്പൊ ഓനെ ഇവിടെ വന്ന് നിന്റെ അല്ല എന്തൊക്കെയാ സുഖല്ലേ ഫുള്ള് പഠിച്ചേ നമ്മളൊക്കെ ഒന്ന്
കഴിഞ്ഞ പരീക്ഷനായിട്ട് തന്നെ ഫുള്ള് പടച്ചോനെടുത്ത. ഞാൻ പാതി ദൈവം പാതി ഇല്ലെന്ന്. 100 ദൈവം ആരും ഇല്ലല്ലോ അവിടെ. ഉള്ളു കയറണോ? ആ അങ്ങോട്ട് ഇറങ്ങാം. അടിയല്ലേ? ടെൻഷനാക്കല്ലേ? എല്ലാരും മാത്സിന്റെ ആൾക്കാരാ. എല്ലാരും മാത്സ്. എല്ലാവരും മാത്സാ. അല്ലോ അങ്ങോട്ടെടുത്തോ. അങ്ങോട്ടപ്പുറത്ത് ഇതിന് പേടില്ലേ? ഇതിന് മുറിച്ച പേനാളൊക്കെ ഉണ്ടല്ലോ. മുറിച്ച പേനകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതിന് പേടിയില്ലാന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മൂന്നാക്കും അല്ല എല്ലാവർക്കും +2 എല്ലാവർക്കും എല്ലാവരും പ്രാർത്ഥിക്കുക നല്ലൊരു മാർക്ക് വരാൻ നല്ലൊരു റിസൾട്ട് വരാൻ. അപ്പോൾ എന്തായാലും പോയോക്കട്ടെ. എന്താ നല്ലോണം ബേക്കിക്കണേ അല്ല ബേക്കിട്ടൊന്നുമില്ല 9 മണി ആയിട്ടുള്ളൂ. പക്ഷേ എന്നാലും ക്ലാസ്സിൽ ടീച്ചർ എത്തിക്കണം. അപ്പോൾ നമ്മൾ ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലൊരു +2 എക്സാം നേരുന്നു. എല്ലാവർക്കും ഒരു 10ാം ക്ലാസ് +1 എല്ലാവർക്കും അടിപൊളി എക്സാം ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പോട്ടെ. ഇപ്പോൾ ജിമ്മി കാർത്ത് പോവുകയാണെങ്കിൽ നമുക്ക് +2 മാത്സ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് റിവ്യൂ കാണാം. ഇൻഷാ അല്ലാഹ് നല്ലൊരു റിവ്യൂ ആവട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ അഫീഫും ടീമും എക്സാമിന് പോട്ടോ. എന്തൊക്കെയോ പറഞ്ഞ പോലെ ഇവരടുത്ത് ബോക്സും സാധനങ്ങളൊന്നും കണ്ടില്ലല്ലോ. ബാഗിലുണ്ടാവിക്കാറല്ലേ? ഹായ് ഗൈസ്. അപ്പോൾ നമ്മളെ മാത്സിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നലെ റിവ്യൂ പറയാൻ പറ്റിയൊരു അവസ്ഥയിലല്ലേ ഇനി അങ്ങനത്തെ ഒരു പരിതാപകരമായൊരു അവസ്ഥയായിരുന്നു. ഭയങ്കര അല്ലേ രാധേട്ടാ? ഒരു എക്സാം തോറ്റാൽ ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അതിൽ? പിന്നെ മറ്റുള്ള കുട്ടികളൊക്കെ കളിയാക്കുക അത്രേ ഉള്ളൂ. അല്ല കളിയാക്കും. പക്ഷെ കളിയാക്കപ്പെട്ടൊരു ഇപ്പം ഇന്നെ കളിയാക്കി എൻ്റെ ഒരു അവസ്ഥ എങ്ങനെയൊക്കെ? എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനക്കെന്നെ തോന്നുന്നപ്പോൾ അത് ഞാൻ വളരെ മോശത്തിലായിപ്പോയി. അതന്നെ ആ ഒരു അവസ്ഥയിലാണ്. ഭയങ്കര മോശത്തരം ഭയങ്കര ഇത് എന്തൊരു ചെയ്ത പോലെ എന്തൊരു കുറ്റം ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. ഇല്ല പരീക്ഷയ്ക്ക് തോറ്റിട്ടുള്ളൂ. അതാണ് പ്രശ്നം. പരീക്ഷയ്ക്ക് തോറ്റെന്ന് പറഞ്ഞാൽ അവനാൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടാണ്. ഇതൊന്നുമല്ല. ഉള്ള നേരം കളിക്കാൻ പോയതുകൊണ്ട് സംഗതി നടക്കൂല. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച ഒരു മോട്ടിവേഷൻ എനിക്കൊരു പ്രചോദനം എന്നുള്ള രീതിയിൽ എന്താ പറയല്ലേ? എനിക്ക് പ്രചോദനം ഒന്നും കൂടി പരിശ്രമിച്ചാൽ സംഗതി ശരിയാ. ഇത് പോട്ടെ. ഈ എക്സാമേ വിടി. കാരണം എക്സാം തോറ്റു. ഇനിയിപ്പോ എക്സാം തോറ്റിട്ട് കഴിച്ചിലാവുന്ന പോലെ എനിക്ക് അത്ര എനിക്ക് പറയാനുള്ളൂ. തോറ്റാലും ഇപ്പൊ എല്ലാവരും എങ്ങനെയല്ലേ എങ്ങനത്തെ രീതിയിൽ ആ ഒരു എക്സാം ഒന്നും അല്ല വേറെ രീതിയിൽ കഴിച്ചിലാവുന്നില്ല അങ്ങനത്തെ എന്തെങ്കിലും വേറെ രീതിയിൽ തന്നെ കഴിച്ചിലാവും. ഒരു എക്സാമല്ലേ വേറൊരു എക്സാം വരുമെന്ന്. അതെ 6 കഴിഞ്ഞിട്ടല്ലേ 7. അതെ +2 കഴിഞ്ഞിട്ടല്ലേ +3. അത്രേ ഉള്ളൂ. ഞാൻ 6ാം ക്ലാസ് വരെ 6ാം ക്ലാസ് വരെ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഞാൻ വലിക്കലും എന്താ അറിയാം? സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ കടലമുട്ടായി വാങ്ങി കൊടുക്കും. ഇഷ്ടംമാര് മോനെ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ സ്കൂൾ ലീഡറാണ്, ക്ലാസ് ലീഡറാണ്. സ്കൂളിലെ ലീഡർ ഞാനാണ്. സ്കൂൾ ലീഡർ. അന്ന് സിഗരറ്റ് അല്ല വലിക്കല്, പാഷൻ ഷോ പറഞ്ഞ സിഗരറ്റ് ഉണ്ടായിരുന്നു. അതെന്താ മറ്റേ കിറി എല്ലാം തീപ്പെട്ടികൾക്കുണ്ടാവും. ഒരു ദിവസം മാഷ പിടിച്ചു, ബെഞ്ചിമ് കയറിക്കാൻ പറഞ്ഞു. ബെഞ്ചിമ് കയറിക്കാൻ നിന്ന് ഒരു പീരീഡ് വരെ ബെഞ്ചിമ് കയറി നിന്നു. അത് കഴിഞ്ഞ് ഓഫീസിലേക്കാണ്ട് വിളിച്ചുകൊണ്ടിട്ട് അന്ന് ഇത്ര പോകുന്ന ചൂരിലാണ്, വള്ളി ചൂരിൽ കൈയാട്ടാൻ പാടില്ല. ഒരു 4 എണ്ണ 5ാമത്തെ അടിക്കുമ്പോൾ വടിയാണ് പിടിച്ചു ഞാൻ. ഇനി മതി സാറേ, ഇനി വേണ്ട. ഇനി സ്കൂൾക്ക് ഞാനില്ല, അന്ന് ഇറങ്ങിപ്പോന്നാ ഞാൻ. നിന്നെ തൊട്ടുണ്ടെങ്കിൽ നന്നായി വരില്ലായിരുന്നു ഞാൻ മാഷോട്. ഇന്നെ മേത്തൊക്കെ പാളയാൻ കുത്തി കയറും അല്ലേ? അതാണ് പറഞ്ഞ 6ാം ക്ലാസ് പഠിപ്പണ നിർത്തി.
പിന്നെ വീട്ടിൽ നിന്ന് പോരും സ്കൂളിൽ പോകാറുണ്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കും അത്രേ ഉള്ളൂ. അങ്ങനെയാണ് 6ാം ക്ലാസ് പഠിപ്പിച്ചത്. ഇതൊക്കെ തന്നെയാണ് എനിക്കൊരു മോട്ടിവേഷൻ. കാരണം 6ാം ക്ലാസ് പഠിപ്പിച്ച രാധേട്ടൻ ഇന്ന് ഏത് നിലയിലെത്തി. ആ ആ അപ്പം എനിക്ക് വേറെ ഒന്ന് ചോദിക്കാൻ, ഇന്നലെ നമ്മളെ ബംഗ്ലാവ് കണ്ടിട്ട് എന്താ പറയാനുള്ളത്? നല്ല ബംഗ്ലാവ് അതെയോ? അപ്പം അതിനെ പറ്റി എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടോ? അതിനെപ്പറ്റി നമ്മളെന്താ ചർച്ച ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു ബംഗ്ലാവാണ്. അതെ, എന്താ അപ്പം അതിന് വേണ്ടത് ചില പറഞ്ഞാൽ മതി, അതേമാതിരി ചെയ്തു തരുമോ? നമുക്കത് മെച്ചിനോട് ചോദിക്കണേക്കാരം നല്ല. എനിക്ക് അതിനെപ്പറ്റി ചോദിച്ചിട്ട് ഐഡിയ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിനനുസരിച്ച് ഓരോട് പറഞ്ഞാലും പോലെ ശരിയാക്കി തരും. നല്ലോണം പുള്ളുണ്ട്. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. അപ്പോൾ നമ്മളെ കണക്കിൻ്റെ പരീക്ഷ എന്തായെന്ന് വെച്ചാൽ ഒന്നാമത് എനിക്ക് കണക്കിൽ ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ ഫിസിക്സിൻ്റെ എക്സാമിൻ്റെ അതേപോലെ കണക്കിൻ്റെ എക്സാം ആയിരിക്കുകയാണ്. ഞങ്ങളെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി, കണക്കുകൂട്ടലിലൊക്കെ പാളിച്ചു കൊണ്ടൊരു കണക്ക് എക്സാം. എനിക്ക് ഇന്നലെ വ്ളോഗ് എടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല. കാരണം എക്സാം കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോത്തിന് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. പക്ഷെ സങ്കടമല്ല, എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ കരയണതല്ല, അത് തന്നെത്താനെ വരിക. വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ണിന്നൊക്കെ വെള്ളം വരിക. ഓട്ടോമാറ്റിക് വരികയാണത്. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ട് വെച്ചാൽ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ ഇനി ആരും എനിക്ക് ഒരൊറ്റ കാര്യം പറയുള്ളൂ, ആരും ഞാൻ ഇടയ്ക്കേ കമൻറ്റ് വായിക്കുള്ളൂ ഇതിൻ്റെ എക്സാമിൻ്റെ അതിന് മാത്രം. അപ്പോൾ ഈ കമൻറ്റിൻ്റെ ഇടയിൽ എല്ലാവരും പറയും ഇവനൊക്കെ വെറുതെ പറയണം, ഇവരൊക്കെ ഫുൾ A+ ഉണ്ടാകും പറയും. ഇത് വായിക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടി സങ്കടമാവുകയാണ്, നിങ്ങളൊക്കെ വെറുതെ പ്രതീക്ഷ കൊടുത്തുകൊണ്ട്. അപ്പോൾ ഫുൾ A+ ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത്. മാത്സ് ഫിസിക്സ് എന്ന സബ്ജക്റ്റുകൾ എൻ്റെ കൈപ്പടയിൽ നിന്ന് പോയിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് പോയിക്കണോ? ഇവൽക്കൊന്നും പോയിട്ടില്ല കേട്ടോ. ഇവലൊക്കെ ചൂതാട്ടത്തിന് ഇറങ്ങി. ഇവനൊക്കെ ഇന്നലെ പേന പൗതിയാക്കി ഉണ്ടല്ലേ? അഡീഷണൽ ഷീറ്റ് വാങ്ങിയാണ്ട് അതും ഫുള്ളാക്കി. ഞാനൊരു അഡീഷണൽ ഷീറ്റ് വാങ്ങാനും വേണ്ടി ഞാൻ കുറെ കണക്ക് ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിയതാനേ ടീച്ചർ ഒന്ന് നമ്മള് വിചാരിക്കണ്ടേ. അതെ, അങ്ങനെയുണ്ട്. അപ്പുറത്തിനൊക്കെ അറിയണ്ടേ, എന്നാലല്ലേ നമുക്ക് ഈ സാധനം. ടീച്ചറെ ശ്രദ്ധ പിടിക്കണം എന്നറിയാം. എന്റെ ഒരൊറ്റ സുഹൃത്തുണ്ടായിരുന്നു, ചതിച്ചു, തിരിഞ്ഞു നോക്കിയില്ല. എന്താ കാട്ടുക? ഒന്നാമത് കണക്കാണ്. എന്താ കാട്ടുക? തിരിഞ്ഞു നോക്കി കണ്ടതൊക്കെ വെള്ളം മതി. അവരോട് പറഞ്ഞു ഇങ്ങനെ ചതിക്കരുത് കേട്ടോ, വല്ലാത്ത ചതിയായി പോയി. കരഞ്ഞു. ഇനി എങ്ങട്ടാ കരയരുത് പറഞ്ഞ കാര്യം. ഇന്നലെ കരഞ്ഞു കണ്ണുന്നൊക്കെ വെള്ളം ഒഴുക്കി. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ്. അപ്പോൾ ആരും ഈ 2 സബ്ജക്റ്റുകളാണ് ഞാൻ പറയുന്നത്, ഈ മാത്സ്, ഈ ഫിസിക്സ്. മാത്സ് ഫിസിക്സ്. ഫിസിക്സിൻ്റെ 6ാം ക്ലാസ്സിൽ ഫിസിക്സ് ഇല്ല അല്ലേ? അത് ഫിസിക്സ് ഒക്കെ പിന്നെ 10 എത്തണം. 10-ലല്ലേ? 10-ലുണ്ടോ? 10-ലില്ലേ? 8-ലുണ്ടോ? 8 തുടങ്ങുന്നാല്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ കാര്യമല്ലേ സ്കൂളിൽ പോകണം. അന്നൊരു സ്ലേറ്റ് ഒരു പെൻസിൽ മാത്രമല്ലേ ഉള്ളൂ. ബാഗിൽ ഫുൾ ബുക്കാണ്. എങ്ങനെ ആൾക്കാരല്ലേ? അതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ 2 സബ്ജക്റ്റുകൾ. അപ്പോൾ ഈ 2 സബ്ജക്റ്റുകളിൽ എൻ്റെ കൈവിട്ട് പോയി. അപ്പോൾ എല്ലാവരും കൈവിട്ട് പോയി എന്ന് എല്ലാവരും കരുതുക. അങ്ങനെയൊക്കെ മാത്സ് എങ്ങനെ ഉണ്ടായി? ഒരു എക്സ്ട്രാ പേപ്പർ എടുത്തു കേട്ടോ. എക്സ്ട്രാ ഷീറ്റ് എടുത്തു. എക്സ്ട്രാ ഷീറ്റ് കംപ്ലീറ്റ് ആക്കാൻ വെച്ചപ്പോൾ ടീച്ചർ എടുത്തു പോയി. ബ്ലേഡ് കൊണ്ടുപോയി നോക്കിയാ കത്തിരിയാ രാധേട്ടാ അത് അല്ല കട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു. അല്ല അത് രാധേട്ടൻ്റെ ഒരു കോമഡികൾ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ എക്സാം? മാത്സ് പോയി, ഫിസിക്സും പോയി എന്നൊക്കെ പറയുമ്പോൾ എന്താ അറിയാം, ഇനി പോയി എന്നൊക്കെ പറയണേ B+B A ആണെങ്കിൽ പോയി അറിയണത്. A+ പോയി ബ്രോ. A ഉണ്ടാവും. ഫിസിക്സ് C+ ഉറപ്പിച്ച് ഞാൻ. C ഉണ്ടാവില്ല. C ഒക്കെ പ്രതീക്ഷിക്കണ്ടോ ഫിസിക്സിന്? C എത്രയാണ്? ഞാനൊക്കെ D+ അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുകയാണ് ഞാൻ. എന്തെങ്കിലും കാര്യത്തിൽ. അപ്പോൾ അനക്കോ മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു?
മാത്സ് പറയുമ്പോൾ ഈ മോഡൽ എക്സാം ഇല്ലേ ഇവരെന്തീ മോഡൽ നടത്തണേ പബ്ലിക്കിൻ്റെ മോഡലല്ലേ മോഡലില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഈ പബ്ലിക്കിന് തന്നെ അല്ല അറിയാൻ പറ്റും എനിക്ക് ഞാൻ മോഡൽ ചെയ്തിട്ടില്ല. ആ എങ്ങനെ അപ്പുറത്തേനു അപ്പുറത്തേനു ഒന്നും പറയാനല്ല. എക്സ്ട്രാ പേപ്പർ എടുത്തിട്ട് രണ്ടാളും എക്സ്ട്രാ പേപ്പർ ഇപ്പം എടുത്തുക്കണേ ഇല്ല നമ്മുടെ ബാഗത്തെ എല്ലാവരും എടുത്തിക്കണേ ടീച്ചർ ഞങ്ങളെ രണ്ടാളില്ലാത്ത എല്ലാവരും എടുത്തുക്കണേ ഇവനൊക്കെ എടുത്തുക്കണേ. അല്ല ഇജ്ജ് മറ്റേ ഇജ്ജ് പേന പകുതിയാക്കി കൊണ്ടുകഴിഞ്ഞല്ലോ 2 കഷ്ണമായിട്ട്. അതെന്തായി? അതൊന്നും പേന പകുതി അല്ല പേന എങ്ങനെ എന്തോ മുറിച്ചേ? ആ പേന മുറിക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് എന്തായി? മുറിച്ച പേന ഒന്നും വന്നില്ല അല്ലേ? അത് കണക്കിന് ഇപ്പോൾ മുറിച്ച പേന കൊണ്ടുപോയിട്ട് എന്താ കാര്യം? മുറിക്കാത്ത പേന കൊണ്ടുപോകണം ഫുള്ളില്ല. അതെ കട്ട് ചെയ്ത് ബ്ലേഡിൻ്റെ അവിടെ എത്തി. അതാ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എത്തിയില്ല അപ്പോൾ ഇങ്ങനെ ഇതാണ് കണക്കിൻ്റെ അവസ്ഥ. അപ്പോൾ നിങ്ങളെല്ലാവരും കണക്കിൻ്റെ പരീക്ഷ എങ്ങനെ ഉണ്ടായെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വ്ളോഗിന് ശേഷം ഞാൻ തിരിച്ച് കുക്കിങ്ങിലോട്ട് ഇറങ്ങുന്നൊരു വ്ളോഗ് ഇന്ന് 6 മണിക്ക് ഞാൻ കുക്കിങ്ങിലോട്ട് ഇറങ്ങുകയാണ്. കാരണം വേറെ വഴിയില്ല. എക്സാം പിന്നെ കുക്ക് ചെയ്തു. അപ്പോൾ ഞാൻ കുക്കിങ്ങിലോട്ടേ ഇറങ്ങട്ടെ അല്ലേ? ഓ അതെ ഇല്ല ഞാൻ ഒന്നും കാട്ടില്ല. ഇങ്ങനെ റോഡ് പേടിച്ചിട്ടല്ല ഭയം കൊണ്ടാ. പേടിയല്ല ഭയം, ഒരു ജാഗ്രത. അപ്പോൾ ഇനി കുക്കിങ്ങിലോട്ട് ഇറങ്ങണതിനെ പറ്റി എന്താ അഭിപ്രായം? ഇപ്പൊ പരീക്ഷ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മള് പാചകം ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടല്ലേ? അതാണല്ലോ അത് പഠിക്കാൻ അതെങ്കിലും റെഡി ആയി വരും. അതെങ്കിലും റെഡി ആയി വരട്ടെ. ഇത് പരീക്ഷ നല്ല സാപ്പാടും കഴിക്കാം. ഒരു മെച്ചമാണ് സാപ്പാട്. ശരീരം ഒന്ന് പുഷ്ടിക്കും ചെയ്യും. നമുക്കൊരു മാനസികമായിട്ടൊരു നല്ലൊരു സന്തോഷം കിട്ടും. സംഭവം ഫുഡ് പാളിയിലും കുഴപ്പമില്ല, മാനസിക സന്തോഷം തന്നെയാണ്. നമ്മള് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ശരിയാവും. അതാണ് കുറച്ച് അതിന് ആദ്യം തന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പും മുളക് ജാസ്തി. അതെന്താ പാളാനോ? അല്ല പാളാനല്ലേ. അപ്പൊ എല്ലാരും കഴിക്കുമ്പോൾ കുറേശ്ശെ കഴിക്കുള്ളൂ. കഴിക്കൂല. അപ്പം പിറ്റേന്ന് പറയും പാകത്തിന് ഉണ്ടാക്കിയാൽ മതി കുട്ടി എന്ന് പറയും. ഓ ആ പറച്ചിൽ കിട്ടാൻ. അതെ അപ്പൊ എന്തായാലും ഉമ്മച്ചിനോട് ചോദിച്ചിട്ടേ ഞാൻ പറഞ്ഞുതരാം. പറയൂ. എന്നിട്ട് പിന്നെ രോഗികളെ ഒന്ന് കുളിപ്പിക്കാണ്ട് അത് സെറ്റാക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കണക്ക് പരീക്ഷ എല്ലാവരും എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇന്ന് എനിക്ക് തോന്നുന്നത് SSLC-ക്കാർക്ക് ഫിസിക്സ് ഫിസിക്സും ഇന്ന് രാവിലെ കഴിഞ്ഞിട്ട് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടെന്ന് പറയാം. എങ്ങനെ എന്താ എനിക്കറിയില്ല, ഫിസിക്സിൻ്റെ അവസ്ഥ എനിക്ക് എന്താ അറിയില്ല. കാരണം ആ ഒരു അവസ്ഥയും പാടെ നോക്കിയാൽ എൻ്റെ അവസ്ഥ അവതാളത്തിലാവും. ഞാൻ ഓൾറെഡി അവതാളത്തിലാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രതീക്ഷകൾ വെക്കാതിരിക്കുക. +2 ആകെ ഫിസിക്സും മാത്സും കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എല്ലാവരും മാത്സ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വ്ളോഗിൽ എല്ലാവരെയും വെച്ച് കാണാം. സീ യു ബൈ.